ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു, മഴയും കൂടി ആരംഭിച്ചു, നല്ല മഴ പെയ്തു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാനാണ് പ്ലാൻ. ചിക്കൻ നൂഡിൽസ്, ബട്ടർ ചിക്കൻ വിത്ത് നൂഡിൽസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് നേരെ ധന്യയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മളിപ്പോൾ അതിന് വേണ്ടി വെജിറ്റബിൾസ് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ക്യാരറ്റ്, തക്കാളി, സവാള, പിന്നെ പച്ചമുളക്, ഇത്രയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റുകയാണ്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് മാറ്റിയ ശേഷം ബാക്കി അടുത്ത പ്രോസസ്സിലോട്ട് നടക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളും കാര്യങ്ങളും നമ്മൾ അരിഞ്ഞ ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കണം. ഒരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ കുക്ക് എടുക്കുന്നത്. ആദ്യത്തെ പരിപാടി ഒരു പ്രോസസ്സ് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നുള്ള നമ്മുടെ പരിപാടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിക്കനെല്ലാം സെറ്റാക്കി മാരിനേറ്റ് ചെയ്യണ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പാനൊക്കെ എടുത്ത് കുറച്ചൊരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബട്ടറൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി. അതിനുശേഷം നമുക്ക് ബട്ടർ ചിക്കൻ ഒഴിക്കാൻ വേണ്ടി കുറച്ച് മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, ഗരം മസാല, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറക്കാൻ പോകണം. ഒരു രണ്ട് കറക്ക് മിക്സി കറക്കിയതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും പാൻ വെച്ച് സ്റ്റൗ കത്തിച്ചു. അതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്യണം. മുളക് പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ഒന്ന് മിക്സായി മുളക് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ച് മിക്സ് അങ്ങോട്ട് ഒഴിക്കാം. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയാനത്ത് ഒഴിക്കുന്നുണ്ട്. ഒന്ന് ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ എല്ലാം എടുത്ത് ഇടുക. ഒരു ലോ ഫ്ലെയിമിലാണ്. പിന്നെ നമുക്ക് കുക്കിംഗ് എല്ലാം ലോ ഫ്ലെയിം. അപ്പോൾ ലോ ഫ്ലെയിം ഇടുക. ജസ്റ്റ് നമ്മളൊരു 15-20 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. അടുത്ത നമ്മൾ പ്രോസസ്സ് വന്ന് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പേട്ടി എടുത്ത് വെച്ച് നമ്മൾ ഇരുമ്പേട്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്താ വെള്ളം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇരുമ്പേട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് കറക്കി ചുറ്റിച്ചൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ട ഒരു 4 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. 4 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കണം. മുട്ടയൊക്കെ നമ്മൾ ചിക്കി പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ക്യാരറ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമ്മൾ വെജിറ്റബിൾ ക്യാരറ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അടുത്ത നമ്മുടെ വെജിറ്റബിൾ പച്ചമുളക്, തക്കാളിയും കൂടി നമ്മൾ ആഡ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ അതിൽ നിന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഒരു 15-20 മിനിറ്റോളം നമ്മൾ അതിന് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വേവിച്ച് തണുക്കാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ നൂഡിൽസ് നേരെ അതിലോട്ട് ഇട്ടു. നമ്മൾ ജസ്റ്റ് നൂഡിൽസ് ചൂടാക്കുകയാണ്. നൂഡിൽസ് എല്ലാം ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് സോയാ സോസ് ഒഴിക്കണം. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. സോയാ സോസൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും കുറേ നേരം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം 25 മിനിറ്റ്സ് നമ്മളതൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇളക്കി സെറ്റാക്കുക. ആ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അംശമെല്ലാം പോകാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടിയായിട്ട് കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചാൽ നമ്മളൊന്ന് കുളിക്കാനൊക്കെ പോയിരുന്നു. കുളിച്ച് സെറ്റായി വന്നതിന് ശേഷം നമ്മളൊന്ന്
ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നൂഡിൽസും കുറച്ച് ബട്ടർ ചിക്കനും കൂടെ എടുത്തു, നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ചു. നമ്മളത് കഴിച്ചു തുടങ്ങി. അത്യാവശ്യം നല്ല സൂപ്പറായിരുന്നു. കാരണം നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിത് ഫ്ലേവറും കാര്യങ്ങളും ആഡ് ചെയ്തത്. അപ്പം ആ ഒരു സെറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്കത് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.